ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. അതിന് മുമ്പ് എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുന്നു. പല പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ന്യൂസ് കഴിഞ്ഞിട്ടില്ല. ഇനി മുമ്പോട്ട് പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ്. നിഫ്റ്റി ഇന്നും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. 81 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 25,758 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 261 പോയിൻറ്റ്സ് കുറഞ്ഞ് 58,960 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നല്ലൊരു ഇടിവാണ് കണ്ടത്. 1.12% ലോസ് ഉണ്ടായി. 668 പോയിൻ്റ് ഇടിഞ്ഞ് 59,007 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 155 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 17,090 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 10.91 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ഇന്ന് 84,391 ക്ലോസ് ചെയ്യുമ്പോൾ 275 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 3,752 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. 1,651 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII ഇന്ന്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്യുമ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 41 പോയിൻറ്റ്സ് കുറഞ്ഞ് 27,358 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,635 ക്ലോസ് ചെയ്തപ്പോൾ 31 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 145 പോയിൻറ്റ്സ് കുറഞ്ഞ് 27,404 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 15 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 54,506 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,577 ക്ലോസ് ചെയ്തപ്പോൾ 0.55 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 25 പോയിൻറ്റ്സ് കുറഞ്ഞ് 9405 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 37,789 ക്ലോസ് ചെയ്തപ്പോൾ 340 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 6 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1411 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ ഇന്ന് 10,159 ക്ലോസ് ചെയ്തപ്പോൾ 46 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 13 പോയിൻറ്റ്സ് ഉയർന്ന് 11,799 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 22,561 ക്ലോസ് ചെയ്തപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 57 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 8193 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 3 പോയിൻറ്റ്സ് കുറഞ്ഞ് 866 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ് 1,230 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,591 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ഏഷ്യർ മോട്ടോഴ്സ് 1.48% റാലി നടത്തി. ഇൻഡൽക്ക് 1.09% റാലി നടത്തി. HDFC ലൈഫ് 1.07%, ടാറ്റ സ്റ്റീൽ 0.97%, കോൾ ഇന്ത്യ 0.74%, NTPC 0.55%, സൺ ഫാർമ 0.53%, ITC 0.52%, SCL Tech 0.51% ആൻഡ് റിലയൻസ് 0.49% റാലി കണ്ടു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ഇന്റർഗ്ലോബ് 3.26% ഫോളോ നടത്തി. ഇറ്റേണൽ 2.90% ഫോളോ കണ്ടു. ട്രെൻഡ് 1.64% ഫോളോ കണ്ടു. അദാനി എൻ്റർപ്രൈസ് 1.50%, ശ്രീറാം ഫിനാൻസ് 1.12%, ഭാരതി എയർടെൽ 1.09%, അപ്പോളോ ഹോസ്പിറ്റൽ 1.02%, JSW സ്റ്റീൽ 0.99%, ഇൻഫോസിസ് 0.89% ആൻഡ് അൾട്രാടെക് സിമൻറ്റ് 0.85% ഫോൾ ആണെന്ന് കണ്ടത്. ഇതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ 23,644 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,758 നിൽക്കുമ്പോൾ 6.74% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,758 നിൽക്കുമ്പോൾ 8.94% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ആഴ്ച 428 പോയിൻറ്റിൻ്റെ ഇടിവാണ് ആകെ ഉണ്ടായത്. 1.64% ഇടിവുണ്ടായി. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,960 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,839 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 25,758 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ ഫ്രം USA നാളെ വരുന്നുണ്ട് 11 ഡിസംബറിന്. ഇതാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.